ഹലോ എവരിവൺ, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ട്യൂട്ട് ലിങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, നമുക്ക് എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈലിലോ നിങ്ങളുടെ ലാപ്ടോപ്പിലോ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ സെർച്ച് എഞ്ചിൻ സെക്ഷനിലോട്ട് പോയിട്ട് നിങ്ങൾ ട്യൂട്ട് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. ട്യൂട്ട് ലിങ്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസിലോട്ടാണ് എത്തുന്നത്. ഇവിടെ നമുക്ക് ട്യൂട്ട് ലിങ്കിൻ്റെ ഒരുപാട് ഇൻഫർമേഷൻസുകൾ കാണാവുന്നതാണ്. അപ്പം ഇതിൽ ആദ്യത്തെ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ട്യൂട്ട് ലിങ്കിൻ്റെ ഹോം പേജിലോട്ടാണ് എത്തുന്നത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ട്യൂട്ട് ലിങ്കിൻ്റെ എല്ലാ ഇൻഫർമേഷൻസുകളും കാണാം. എന്താണ് ട്യൂട്ട് ലിങ്ക് എന്നുള്ളതും ട്യൂട്ട് ലിങ്ക് എന്തൊക്കെ ഫീച്ചേഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസുകളെല്ലാം നമുക്ക് ഇതിലൂടെ കാണാം. അപ്പം ഇതിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് സ്റ്റാർട്ട് ഫ്രീ 14 days ട്രയൽ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസിലോട്ടാണ് എത്തുന്നത്. 3 ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ നടക്കുന്നത്. വളരെ സിമ്പിളാണ്. 3 ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് പ്രൊസീജിയർ ഒന്നുമല്ല. ആദ്യ ഘട്ടത്തിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻഫർമേഷൻസുകൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഘട്ടം നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, പിന്നീട് ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യഘട്ടം നമ്മൾ ഫില്ല് ചെയ്യാം. ആദ്യഘട്ടം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പേര് എന്നുള്ളത്, നമ്മുടെ വാട്സപ്പ് നമ്പർ, നമ്മുടെ ഇമെയിൽ ID, പിന്നെ നമ്മൾ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ട്യൂട്ട് ലിങ്കിൽ എപ്പോഴും ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്ന ഒരു 6 അക്ക പാസ്വേഡും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അത്തരം ഡീറ്റെയിൽസുകൾ ഫില്ല് ചെയ്തതിനു ശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് എത്തുകയാണ്. ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡീറ്റെയിൽസുകളാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. എന്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് എന്നുള്ളത്, അത് ഏത് ജില്ലയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, അതേപോലെ തന്നെ അതിൽ എത്ര വിദ്യാർത്ഥികളുണ്ട് എന്നുള്ളതും, പിന്നെ അത് എന്ത് ടൈപ്പ് ഓഫ് കോച്ചിങ് സെൻ്റർ ആണ് എന്നുള്ളത്, PSC ആണോ അല്ലെങ്കിൽ സ്കൂൾ ട്യൂഷൻ സെൻ്റർ ആണോ എന്നുള്ളതും കൂടെ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പം ഞാനിവിടെ സാമ്പിളായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു സാമ്പിൾ നെയിം ഞാനിവിടെ കൊടുക്കുകയാണ്, ക്ലിൻസ് അക്കാഡമി. ഞാനിവിടെ വയനാട് ഡിസ്ട്രിക്റ്റ് എന്ന് കൊടുക്കുകയാണ്. ഞാനതൊരു സ്കൂൾ ട്യൂഷൻ സെൻ്ററാണ്. എൻ്റെ ട്യൂഷൻ സെൻ്ററിൽ ഒരു 100 to 200 സ്റ്റുഡൻസ് ആണുള്ളത്. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് തേർഡ് പ്രൊസീജിയറിലോട്ടാണ് വരുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഫസ്റ്റ് ബാച്ച് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് ബാച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വരും വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പം സ്കിപ്പ് ഐ വിൽ ആഡ് എ ബാച്ച് ലേറ്റർ എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സ്കിപ്പ് ആവുകയാണ്. അപ്പം സ്കിപ്പ് കൊടുത്തതിന് ശേഷം നമ്മൾ അത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡാഷ്ബോർഡിലോട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ട്യൂട്ട് ലിങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡാഷ്ബോർഡാണ് ഈ കാണുന്നത്. അപ്പം ഇതിൽ നമുക്കിപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനെ ആഡ് ചെയ്തിട്ടില്ല, നമ്മൾ ഫീസിൻ്റെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അത് മൊത്തം 0 ആയിട്ട് കിടക്കുന്നത്. അപ്പം ഇതിലിപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് ഭാഗത്ത് ഓരോ കാര്യങ്ങൾ കാണാം. സ്റ്റുഡൻസ് സെക്ഷൻ കാണാം, അറ്റൻഡൻസ് സെക്ഷൻ കാണാം, ഫീസ് സെക്ഷൻ കാണാം, അതേപോലെ ബാച്ചസുകളുടെ സെക്ഷൻ കാണാം, എക്സാംസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻ കാണാം, നമ്മൾ എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സെക്ഷൻ കാണാം, എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ആ സെക്ഷൻ കാണാം, ഇങ്ങനെ വാട്സപ്പിൽ നമ്മൾ എന്തെങ്കിലും മെസ്സേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണാം. ഇങ്ങനെ എല്ലാ ഇൻഫർമേഷൻസുകളും റിപ്പോർട്ടുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യാം ഓരോ മന്തിലും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ കാണാം. ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് നമ്മൾ വരും വീഡിയോസുകളിൽ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മളെ ട്യൂട്ട് ലിങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. വരും വീഡിയോസുകളിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.